ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളുടെയൊക്കെ സീലിംഗ് ചെയ്യുന്ന സമയത്ത് LED സ്ട്രിപ്പും അതിന് ഡ്രൈവും കാര്യങ്ങളും എങ്ങനെ കണക്ട് ചെയ്യുന്നുള്ളതാണ്. ഇത് 12 വോൾട്ട് 2 ആമ്പിയറിൻ്റെ അഡാപ്റ്ററും അതുപോലെ തന്നെ 12 വോൾട്ട് 3 ആമ്പിയറിൻ്റെ അഡാപ്റ്ററുമാണ് കൊടുത്തിരിക്കുന്നത്. SMBS മോഡൽ വരുന്നുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ കാണിക്കുന്ന അഡാപ്റ്റർ മോഡലാണ്. അഡാപ്റ്റർ മോഡൽ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആമ്പിയർ നമുക്ക് 3 ആമ്പിയർ വരെ മാക്സിമം ഇതിൽ നിന്ന് നമുക്ക് എടുക്കാം. അതായത് LED സ്ട്രിപ്പ് നമുക്ക് ഏകദേശം ഒരു മാക്സിമം ഇതിലൊരു 5 മീറ്റർ വരെ മാക്സിമം നമുക്ക് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ 4 മീറ്റർ വരെ മാക്സിമം നമുക്ക് കണക്ട് ചെയ്യാം. അതിന് മുകളിലേക്ക് നമ്മൾ ഈ 3 ആമ്പിയർ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ബെറ്റർ, ഈ അഡാപ്റ്റർ ആയതുകൊണ്ട്. SMBS ആണെങ്കിൽ നമുക്ക് 5 മീറ്റർ വരെ മാക്സിമം നമുക്ക് LED സ്ട്രിപ്പ് യൂസ് ചെയ്താലും പ്രശ്നങ്ങൾ വരുന്നില്ല. ഇതിപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ ഇതിപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ AC കൊടുക്കുന്ന സ്ഥലം കാണിക്കുന്നുണ്ട്. അതിൻ്റെ വാട്ട്സ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. കണ്ടോ, ഇതിൻ്റെ ഈ സൈഡിൽ വന്നിരിക്കുന്ന നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും AC 230 വോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ആ 2 കണക്ടറുകളാണ് AC നമ്മൾ അതിൻ്റെ അകത്തേക്ക് കൊടുക്കേണ്ടത്. ACയുടെ 2 വയറുകൾ, അതായത് KCB വരുന്ന നമ്മുടെ 2 വയറുകൾ അതിൻ്റെ അകത്തേക്കാണ് കൊടുക്കേണ്ടത്. ഈ 2 വയറിലെ ഈ 2 പോയിന്റുകൾ നമ്മൾ സ്ക്രൂ അഴിച്ചിട്ട് അതിലേക്ക് ജസ്റ്റ് കണക്ട് ചെയ്യുക. അതിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം AC 230 വോൾട്ട് AC അതിൽ കൊടുക്കുക. പിന്നെ DC നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊളാരിറ്റി നോക്കിയിരിക്കണം. ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ടോ, 12 വോൾട്ട് DC, അതിൽ മൈനസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, പ്ലസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മൈനസ്, ഇങ്ങേറ്റത്തെ മൈനസ് മാർക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ അഡാപ്റ്ററിൻ്റെ ഇങ്ങേറ്റമാണ് മൈനസ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതതിൻ്റെ പ്ലസ് മാർക്ക് ചെയ്തിരിക്കുന്നത് ആ അഡാപ്റ്ററിൻ്റെ അങ്ങേറ്റത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരിക്കലും മാറിപ്പോകരുത്. DC കറണ്ട് ആയതുകൊണ്ട് മാറിക്കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ LED സ്ട്രിപ്പ് പോകാനുള്ള ചാൻസസ് ഉണ്ട്, അടിച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ട്, പിന്നെ അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് കൊടുക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതാണ്. LED സ്ട്രിപ്പ് ചിലത് നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് കണ്ട മാർക്കിംഗ് ഉണ്ട്. ഓൾറെഡി പ്ലസ് DC കണ്ട 12 വോൾട്ട് പ്ലസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, മൈനസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതതുപോലെ തന്നെ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് റെഡ് വയർ പ്ലസ്, ന്യൂട്രൽ വയർ നെഗറ്റീവ് വയർ കൊടുക്കുന്നത് മൈനസ്, ബ്ലാക്ക് വയറാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് കറക്റ്റ് ചെയ്ത് കൊടുത്താലും മതി. അതല്ല ഇത് വയറില്ലാത്ത സ്ഥിതിയിലാണ് വരുന്നതെങ്കിൽ അതിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലസ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ആ അറ്റത്ത് വരുന്നത് പ്ലസ്സിലേക്ക് കണക്ട് ചെയ്യുക, മൈനസ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് മൈനസിലേക്കും കണക്ട് ചെയ്യുക. ഇത് സ്ട്രിപ്പ് ചെയ്ത് ഓൾറെഡി ഈ LED സ്ട്രിപ്പിൽ കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന വയറാണിത്. ഇനി അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് കൊടുക്കണമെങ്കിലും ഈ രീതിയിൽ പ്ലസ്സിലേക്കും മൈനസിലേക്കും കൊടുക്കുക. ഒരിക്കലും മാറിപ്പോകരുത്. അത് ജസ്റ്റ് ഇതുപോലെ തന്നെ 2 വയറുകളാണ്, 2 കണക്ടറുകളാണ്. ആ കണക്ടർ നമ്മൾ നേരത്തെ സ്ക്രൂ അഴിച്ച പോലെ തന്നെ അഴിക്കുക. അതിനുശേഷം കറക്റ്റ് ചെയ്ത് അതിലേക്ക് കൊടുക്കുക. ഇനി നമ്മൾ AC കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓണാവും. മാക്സിമം നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് 3 ആമ്പിയർ ആയതുകൊണ്ട് മാക്സിമം ഒരു 4 മീറ്റർ വരെ മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ അഡാപ്റ്ററിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ SMBS എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് വർക്ക് ചെയ്യാനും ഏറ്റവും നല്ലത് SMBS മോഡൽ തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്, താല്പര്യമുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.